വെൽക്കം ടു എൻ റൂട്ട് ടു എക്സ്പ്ലോർ. നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അമ്മച്ചി കൊട്ടാരമാണ്. നമ്മൾ ഇടുക്കി റോഡിലാണ് ഇപ്പോൾ ഉള്ളത്. കുറേ നാളായി നമ്മൾ അമ്മച്ചി കൊട്ടാരമൊക്കെ പോയിട്ട്, അപ്പം എന്തായാലും കുറേ കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും അമ്മച്ചി കൊട്ടാരത്തിലേക്ക് വരികയാണ്. റോഡും കാര്യങ്ങളൊക്കെ കുറച്ച് ഭാഗം കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പണ്ട് നമ്മൾ പോയ സമയത്ത് അങ്ങനെയൊന്നും അല്ലായിരുന്നു. പക്ഷേ കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞ് വീണ്ടും പഴയ റോഡിൻ്റെ ഒരു പ്രതീതി തന്നെയാണ്. അത്യാവശ്യം നല്ല കാടിൻ്റെ അറ്റ്മോസ്ഫിയറും ഈ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് മുന്നോട്ടുള്ള യാത്രയും കാര്യങ്ങളൊക്കെ. ഇടുക്കി കാണാൻ ഇറങ്ങുന്ന സഞ്ചാരികൾ പലപ്പോഴും മിസ്സാക്കുന്നൊരു സ്പോട്ടാണ് നമ്മുടെ ഈ അമ്മച്ചി കൊട്ടാരം. ഇത് നമ്മൾ മുണ്ടക്കയത്തു നിന്ന് വരുമ്പോൾ കുട്ടിക്കാനം എത്തുന്നതിന് തൊട്ട് മുന്നേ അങ്ങോട്ട് പോകാനുള്ള വഴിയുണ്ട്. ഇത് നമ്മുടെ ഗൂഗിൾ മാപ്പിലൊക്കെ ലൊക്കേഷൻ വെച്ച് കൊടുത്താലും കറക്റ്റായിട്ട് നമുക്ക് എത്താൻ പറ്റും. ഒരുപാട് ദൂരമൊന്നുമില്ല, ഏകദേശം 1.5 കിലോമീറ്ററാണ് നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് പോകേണ്ടത്. നമ്മുടെ ഈ അമ്മച്ചി കൊട്ടാരം ഫേമസ് ആയത്, അല്ലെങ്കിൽ പുറത്തോട്ടുള്ള ആൾക്കാരൊക്കെ ഒരുപാടായിട്ട് അറിഞ്ഞു വരാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ 2018 പുറത്തിറങ്ങിയ കാർബൺ എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷൻ ഇതായിരുന്നു. അപ്പോൾ മുതലാണ് പുറത്തേക്കൊക്കെ ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. പിന്നീട് ലൂസിഫർ, അങ്ങനെയുള്ള ഒരുപാട് ചിത്രങ്ങളിൽ നമ്മുടെ ഈ സ്പോട്ട് ലൊക്കേഷനായിട്ടുണ്ട്. ഇത്രയും ഫേമസ് ആയിട്ട് പോലും നമ്മുടെ ഈ സ്ഥലം എന്തൊക്കെയോ തർക്കത്തെ തുടർന്ന് ഒരുപാട് നല്ല രീതിയിലൊന്നും അല്ല മെയിൻറ്റെയിൻ ചെയ്ത് പോയിരിക്കുന്നത്. ഇത് ഇപ്പം ഏതോ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിലാണ് സംഭവം എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതും അവരും ഗവൺമെൻറ്റും തമ്മിൽ എന്തോ വസ്തുതർക്കമോ അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നുള്ളതാണ് നമുക്ക് കിട്ടിയേക്കുന്ന അറിവ്. പക്ഷേ ഈ ഒരു സ്പോട്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടൂറിസ്റ്റ് ലൊക്കേഷനായിട്ടും അതുപോലെ തന്നെ നല്ലൊരു ഭൂപ്രകൃതിയൊക്കെയുള്ളൊരു സ്ഥലമായതുകൊണ്ട് ഒരുപാട് പേരെ ഇങ്ങോട്ട് ആകർഷിക്കത്തക്ക വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ സ്പോട്ടിലുണ്ട്. നമ്മുടെ ഈ അമ്മച്ചി കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കുട്ടിക്കാനത്താണ്. കുട്ടിക്കാനം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള തണുപ്പും അതുപോലെ മൂടൽമഞ്ഞും ഒക്കെ ഉള്ള ഒരു ഏരിയ കൂടിയാണിത്. ഏതാണ്ട് 25 ഏക്കറോളം സ്ഥലത്താണ് ഈ കൊട്ടാരം മൈതാനം മുഴുവനായിട്ട് കിടക്കുന്നത്. ഈ പുറമേ നോക്കുന്ന പോലല്ല, കൊട്ടാരത്തിനകത്ത് ഒരുപാട് ഏരിയകളുണ്ട്. ഒരു വരാന്തയുണ്ട്, 3 മുറികളുണ്ട്, അതുപോലെ അതിഥികളെ സ്വീകരിക്കാനുള്ള 2 വലിയ ഹാളുകളുണ്ട്, കുളിമുറികളുണ്ട്, അടുക്കളയുണ്ട്, ഡൈനിങ് ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ രഹസ്യപാതകളുണ്ട്. ഈ രഹസ്യപാതകളിൽ ഒന്ന് കൊട്ടാരത്തിനകത്തൂടെ സഞ്ചരിക്കാനും ഒന്ന് ഭൂഗർഭത്തിലൂടെ രക്ഷപ്പെടാനും വേണ്ടിയുള്ള തുരങ്കമായിട്ടുമാണ് വെച്ചേക്കുന്നത്. പക്ഷേ അതൊക്കെ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. നമ്മൾ വന്ന സമയം കുറച്ച് വൈകിയത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഉള്ളിൽ കയറാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ നേരത്തെ വന്ന വീഡിയോയ്ക്കകത്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ തന്നെ ഉണ്ട് കിടപ്പ്. അതുപോലെ തന്നെ നമ്മുടെ ഈ അമ്മച്ചി കൊട്ടാരത്തിൻ്റെ നോട്ടവും നടത്തിപ്പൊക്കെ തമിഴ് വംശജരായിട്ടുള്ള 2 പേരുണ്ട്. അവരാണ് ഇതിൻ്റെ നോട്ടവും കാര്യങ്ങളൊക്കെ. നമ്മുടെ ഈ അമ്മച്ചി കൊട്ടാരത്തിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ 19-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ മഹാരാജാവ് മൂലം തിരുനാൾ പണി കഴിപ്പിച്ചതാണ് നമ്മുടെ ഈ അമ്മച്ചി കൊട്ടാരം. കാപ്പിയും അതുപോലെ തന്നെ തേയിലയൊക്കെ വളരുന്നൊരു പ്രദേശമായതുകൊണ്ടും മഹാരാജാവിൻ്റെ ഭാര്യയ്ക്ക് അവധിക്കാല വിശ്രമത്തിന് വേണ്ടിയൊക്കെ വന്ന് താമസിച്ചിരുന്നൊരു സ്പോട്ടാണ് നമ്മുടെ ഈ അമ്മച്ചി കൊട്ടാരം. അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ തായ് വഴി ഭരണകാലത്ത് റാണി പദവി രാജാവിൻ്റെ സഹോദരിക്കായിരുന്നു. അതുപോലെ രാജാവിൻ്റെ പത്നിക്ക് അമ്മച്ചി പദവിയും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് രാജാവിൻ്റെ പത്നി താമസിച്ചിരുന്ന കൊട്ടാരത്തിന് അമ്മച്ചി കൊട്ടാരം എന്നുള്ള പേരും വന്നത്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് അധിനിവേശ കാലത്ത് ചരിത്ര പ്രാധാന്യമുള്ള ഒരുപാട് തീരുമാനങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നത് നമ്മുടെ ഈ അമ്മച്ചി കൊട്ടാരത്തിൽ നിന്നാണ്. അതുപോലെ നമ്മുടെ ഈ കൊട്ടാരത്തിനകത്തുള്ള പാചകശാലയ്ക്ക് പിന്നിലൂടെയാണ് നമ്മുടെ ഭൂഗർഭ പാതകൾക്ക് ഉള്ള തുടക്കം കുറിച്ചേക്കുന്നത്. ഇപ്പോൾ അടച്ചിട്ടേക്കാണ്. ഇതിൽ ഒരു തുരങ്കം ചെന്നെത്തുന്നത് കുറേ കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള പീരുമേട് മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ്. നമ്മുടെ ഈ സ്പോട്ട് ഒരുപാട് സിനിമകളിലെ പ്രേതാലയങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ആഡംബരത്തോടു കൂടി നിറഞ്ഞു നിന്നിരുന്ന ഒരു സ്പോട്ടാണ് നമ്മുടെ ഈ കൊട്ടാരം. പക്ഷേ ഇന്നത് ഭയങ്കര ജീർണാവസ്ഥയിലാണ്. പണ്ട് ഇവിടെ ഒരുപാട് ഛായാചിത്രങ്ങളും അതുപോലെ പലതരത്തിലുള്ള ഉപകരണങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലവിൽ ഉണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം നശിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ പറ്റുന്നത് മാർബിൾ തീർത്തൊരു വാഷ് ബേസിൻ മാത്രമാണ്. അത് മാത്രമാണ് ഇപ്പം പഴയതിൻ്റെ ഒരു അവശേഷിപ്പ് എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ നോട്ടവും നടത്തിപ്പൊക്കെ നടത്തുന്ന ആളുടെ പേരാണ് ധർമ്മലിംഗം. അദ്ദേഹമാണ് ഇതിൻ്റെ സൂക്ഷിപ്പുകാരന്. ധർമ്മലിംഗം അദ്ദേഹത്തിൻ്റെ കുടുംബം എല്ലാം കൂടെ ഒരുമിച്ചാണ് ഈ കൊട്ടാരത്തിനുള്ളിൽ തന്നെയാണ് താമസിക്കുന്നത്. നമ്മളീ പറഞ്ഞ ധർമ്മലിംഗത്തിൻ്റെ ആ ഒരു ഭാഷാ കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞാൽ പഴയ ഒരു രാജഭക്തിയൊക്കെ തോന്നിക്കുന്ന വിധത്തിലുള്ള സംസാരമാണ്. തമിഴും മലയാളവും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഭാഷയിലാണ് അദ്ദേഹം സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ. ഒരുപാട് മിത്തുകളും കാര്യങ്ങളൊക്കെ അതുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നുണ്ട്. നമുക്ക് ഏതാണ് കറക്റ്റ് ഏതാണ് തെറ്റ് എന്നുള്ളതൊന്നും നമുക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ നമുക്ക് ഒരു തവണയെങ്കിലും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ടാണ് നമ്മുടെ ഈ അമ്മച്ചി കൊട്ടാരം. അതുപോലെ നമ്മുടെ ഈ ധർമ്മലിംഗം പറയുന്ന ഒരു വിവരണവും കാര്യങ്ങളും നമ്മളെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യും.
സഞ്ചാരികൾക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അമ്മച്ചി കൊട്ടാരത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന മരങ്ങളാണ്. പണ്ടാരോ രക്തേന്ദ്രമാണെന്നോ അങ്ങനെ എന്തോ പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ട്, പക്ഷെ നമുക്ക് കറക്റ്റ് ആണെന്ന് അറിയില്ല. ഈ മരങ്ങൾ ഭയങ്കര ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ആ സ്ഥലം. ഒരുപാട് വേരുകളും ഒരുപാട് ശിഖരങ്ങളൊക്കെ ആയിട്ട് ഉള്ള കുറേ മരങ്ങളുണ്ട്. നല്ല ഭംഗിയാണ്. നല്ല ഫോട്ടോഷൂട്ടിനും അതുപോലെ തന്നെ ഇപ്പം സിനിമയിലും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ലൊക്കേഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനോട് ചേർന്ന് കിടക്കുന്ന ആ ഒരു നല്ല ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മലിനപ്പെട്ട് കിടക്കുകയാണ്. പ്ലാസ്റ്റിക്കും കവറുകളും അതുപോലെ കുപ്പിയും വേസ്റ്റും എല്ലാം കൂടെ നിറഞ്ഞൊരു ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതൊക്കെ നല്ല രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ നല്ലൊരു മുതൽക്കൂട്ടാണ്. ഇതിനെ സംബന്ധിച്ച് ഒരുപാട് തർക്കങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഈ ചരിത്രശേഷിപ്പുകളും കാര്യങ്ങളൊക്കെ പുരാവസ്തു ഏറ്റെടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ അറിവ്. എന്തായാലും നമ്മുടെ ഈ സ്പോട്ടിൽ വരാൻ ശ്രമിക്കുക. കുട്ടിക്കാനത്തിന് അടുത്ത് തന്നെയാണ്, ഏകദേശം 1.5 കിലോമീറ്ററിനുള്ളിലാണ് നമ്മുടെ ഈ സ്പോട്ട്. ഇടുക്കി കാണാൻ വരുന്ന സഞ്ചാരികൾ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ടാണ്. എന്തായാലും അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഗുഡ് ബൈ.